പിണറായി വിജയനെ വിമർശിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഷർട്ട് ഇട്ടിട്ട് കിടക്കണം, അണ്ടർവെയർ ഇടാനും മറക്കണം. പക്ഷേ സമീപകാലത്തായിട്ട് നമ്മുടെ പോലീസുകാർ കാണിക്കുന്ന ഓരോ കോപ്രായങ്ങൾ കാണും. ചിരിക്കണോ കരയണോ എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. അവരുടെ തലയ്ക്ക് മീതിരിക്കുന്ന കമ്മീഷണർ അദ്ദേഹത്തിന്റെ തലക്കകത്ത് തേങ്ങാപ്പിണ്ണാക്കാണോ അതോ ചകിരിച്ചോറാണോ എന്ന കാര്യത്തിൽ സത്യം പറഞ്ഞാൽ കേരള സർവകലാശാലയ്ക്ക് അല്ലെങ്കിൽ കേരള ആരോഗ്യ സർവകലാശാലയ്ക്ക് കൃത്യമായ ഒരു ഗവേഷണം നടത്താവും. ഇപ്പോൾ PC ജോർജിനെ 2 തവണ അറസ്റ്റ് ചെയ്ത് നോക്കിയാൽ, അതല്ലെങ്കിൽ കാർത്തികേയന്റെ മകൻ ശബരിനാഥനെ പോലീസ് അറസ്റ്റ് ചെയ്ത്, അതുമല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വീട് വളഞ്ഞ് ഏതാണ്ട് തീവ്രവാദ കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന പോലെ അറസ്റ്റ്, അതുമല്ലെങ്കിൽ ശബരിമല സമരം നടക്കുമ്പോൾ സുരേന്ദ്രൻ 28 ദിവസം വിവിധ കാരണങ്ങൾ പറഞ്ഞ് വിവിധ കേസുകളിൽ ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ ജയിലിലടച്ച്. ഇതൊക്കെ കാണുമ്പോൾ പോലീസുകാരുടെ ആ ഒരു കുറ്റാന്വേഷണ വൈഭവത്തെ അവരുടെ തലക്കകത്ത് ഉള്ള സ്ഥാനത്തെ കുറിച്ചൊക്കെ നമുക്ക് ന്യായമായിട്ട് സംശയം തോന്നും. മാതാപിതാക്കൾക്കൊപ്പം അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുക. ഷാജൻ സ്കറിയ ആ സമയത്ത് ഷർട്ട് ഇട്ടിരുന്നില്ല, അണ്ടർവെയർ ഇട്ടിരുന്നോ ഇല്ലെന്നുള്ള കാര്യം നമുക്കറിയാം. എനിക്ക് ബലമായ സംശയം. ഏതായാലും ഊണ് കഴിച്ചുകൊണ്ടിരുന്നിടത്ത് കൈ കഴുകാൻ പോലും അവസരം കൊടുക്കാതെ അദ്ദേഹത്തെ പിടിയാലേ യാമാനന്മാര് വണ്ടി. പക്ഷേ ചെറിയൊരു പറ്റുപറ്റി. ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് മാധ്യമങ്ങളുടെ വലിയ ഒരു പട അവിടെ. അതുപോലെ അദ്ദേഹം വൈദ്യപരിശോധനയ്ക്ക് വിധേയമായി. ഈ സൈബർ കുറ്റകേസിൽ എന്തിനാണ് വൈദ്യപരിശോധന എന്ന് ചോദിക്കുന്നത്? വല്ല ബലാത്സംഗ കേസിലൊക്കെ ആണെങ്കിൽ അതിനൊരു ന്യായമുണ്ട്, ഒരർത്ഥം. ഏതായാലും ദേഹപരിശോധന നടത്തി. പോലീസുകാർക്ക് ഒരു എളുപ്പം കിട്ടി, കാരണം ഷർട്ട് ഇട്ടല്ലോ. അതുകൊണ്ട് ഷർട്ട് അയക്കേണ്ട വന്നു. അദ്ദേഹത്തിന്റെ പൊക്കം, തൂക്കം, നെഞ്ചളവ്, പിന്നെ മറ്റു കാര്യങ്ങൾ എല്ലാം ഡോക്ടർമാർ വിശദമായി പരിശോധിച്ചു. അതെല്ലാം രേഖപ്പെടുത്തി. അദ്ദേഹത്തിന്റെ നെഞ്ചിടിപ്പ്, നാഡീസ്പന്ദനം എല്ലാം പരിശോധിച്ചു. ആള് വളരെ പെർഫെക്റ്റ്, ഓൾ റൈറ്റ് ആണ് എന്ന് റിപ്പോർട്ട്. ആ റിപ്പോർട്ടുമായിട്ട് ബഹുമാനപ്പെട്ട പോലീസ് യാമാനന്മാർ, അപ്പോഴുണ്ട് മാധ്യമങ്ങൾ പുറകെ, നേരെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് പോയി. മജിസ്ട്രേറ്റ് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആയിരിക്കണം ഇവർ മിക്കവാറും ഇത് തട്ടി വിളിക്കും. മാഡം, ഞങ്ങൾ ഇത് പ്രതിയെ കൊണ്ടുവന്നു, ഇദ്ദേഹത്തെ റിമാൻഡ് ചെയ്യാനുള്ള കടലാസ് കൊണ്ടുവന്നിട്ട് ഈ പോക്കറിയെ അട്ടക്കുളങ്ങര സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്യണം എന്ന അപേക്ഷയുമായിട്ട് വരും. പക്ഷേ മജിസ്ട്രേറ്റ് ഒരു ചെറിയ പണി പഠിച്ചു. മജിസ്ട്രേറ്റ് ബന്ധപ്പെട്ട ആളുകൾ അപ്പോഴത്തേക്ക് ഷാജൻ സ്കറിയുടെ വക്കീലന്മാർ അവിടെ എത്തി. അവർ ഘോരമായിട്ട് വാദിത്തവൊക്കെ എടുത്ത് വാദിച്ചു. മജിസ്ട്രേറ്റ് സാധാരണ കയ്യിൽ റിമാൻഡാണ് ചെയ്യേണ്ടത്. പക്ഷേ അദ്ദേഹത്തിന് അവിടെ വെച്ച് തന്നെ ജാമ്യം, വീടിന്റെ വരാന്തയിൽ വെച്ച് ജാമ്യം കൊടുത്തു. വീടിനകത്തേക്ക് പോലും കയറ്റിയില്ല പോലീസ്. അല്ലെങ്കിൽ പോലീസുകാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല, അത് വേറെ കാര്യം. അത് മജിസ്ട്രേറ്റിനെ അറിയാം. ദിവസവും പോലീസുകാരെ ഉള്ളൂ കാണുന്നത്. ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് ഉടനെ തന്നെ ഒരു വെള്ളക്കടലാസ് എടുത്ത് ഷാജൻ സ്കറിയയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കും, താങ്കൾക്ക് വീട്ടിൽ പോകാം. പോലീസുകാരന് പറഞ്ഞു നിങ്ങൾക്ക് വീട്ടിൽ. അങ്ങനെയല്ല, അതിനൊക്കെ ചില ചിട്ടവട്ടങ്ങളുണ്ട്. ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പാലിക്കപ്പെടേണ്ടുന്ന നടപടിക്രമങ്ങൾ നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിലുണ്ട്. അതുപോലെ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ DK ബസു എന്ന് പറഞ്ഞ പ്രസിദ്ധമായ കേസിൽ പറഞ്ഞു. ഇതൊന്നും പോലീസുകാർക്ക് അറിയാൻ പാടില്ല. അത് അറിയാത്തതുകൊണ്ടുള്ള ഒരു പോലീസുകാരെ മാർക്സിസ്റ്റുകാർക്ക് ഒട്ടും അറിയാൻ പാടില്ല. മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന മാപ്രകൾക്ക് തീരെയും അറിയാം. അതുകൊണ്ടുള്ള ഒരു മാപ്രകളായി. ഏതായാലും ഷാജൻ സ്കറിയ ഇത്തവണയും തടി കഴിച്ചില്ല. നാട്ടുപുറത്തൊരു ചൊല്ലുണ്ട്, ദേഹമാസകല എണ്ണ തേച്ച് വാഴയമ്മ കയറുക. അതാണ് ഈ പോലീസുകാർ ചെയ്തത്. ദേഹമാസകല എണ്ണ തേച്ച് വാഴയമ്മ കയറുന്ന പരിപാടിയാണ്. ബഹുമാനപ്പെട്ട സർക്കിൾ അദ്ദേഹത്തിന് നിർദ്ദേശ ഉപദേശങ്ങൾ കൊടുത്ത് സഹായിച്ച ACP അദ്ദേഹവും ചെയ്തു. എൻ്റെ ചുവപ്പൻ അഭിവാദ്യം. ഇടക്കിടയ്ക്ക് ഇതുപോലുള്ള തമാശകളില്ലെങ്കിൽ നമ്മുടെ ജീവിതം വല്ലാതെ ബോറായി. അപ്പോൾ KM ഷാജഹാൻ അടക്കം, അതുപോലെ ജോസഫ് C മാത്യു അടക്കം പിണറായി വിജയനെ വിമർശിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഷർട്ട് ഇട്ടിട്ട് കിടക്കണം, അണ്ടർവെയർ ഇടാനും മറക്കണം.